Hi friends, welcome to Recipes Recooked. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പാസ്ത റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഹോൾ വീറ്റ് പാസ്ത എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെറൈറ്റി പാസ്ത വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഫിസ്ലിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 4 പഴുത്ത തക്കാളിയാണ്. തക്കാളി ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഴുത്ത തക്കാളി തന്നെ വേണം. പച്ചത്തക്കാളി ആണെങ്കിൽ ഒരു സോർ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുക. ഈ റെസിപ്പിയിൽ നമുക്ക് ആ ടേസ്റ്റ് അല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ തക്കാളി ചൂസ് ചെയ്യുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി ചൂസ് ചെയ്യുക. പിന്നെ വേണ്ടത് ബട്ടറാണ്. ശരിക്കും പാസ്ത ചെയ്യുന്നത് ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ്, പക്ഷേ എനിക്കിഷ്ടം ബട്ടറിൽ ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ടറും ഒലീവ് ഓയിലും അല്ലെങ്കിൽ ബട്ടറും വെജിറ്റബിൾ ഓയിലും ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊരു 4 അല്ലി എടുത്താലും മതിയാകും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ടും കയ്യിലുള്ള റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ എരിവ് അനുസരിച്ചിട്ടും ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചീസാണ്. ഞാനിവിടെ പിസ്സ ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വെറൈറ്റി ചീസാണെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ എണ്ണയും ചേർത്ത് വേവിച്ചെടുക്കണം. ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. പാസ്തയുടെ പാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നോക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന പാസ്തയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 12 മിനിറ്റ്സ് ആണ്. പാസ്ത വെന്തുടയാൻ പാടില്ല. ഒരെണ്ണം കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു ബൈറ്റ് കിട്ടുന്ന പാകത്തിന് വെന്ത് വന്നാൽ മതിയാകും. പാസ്ത വെന്ത് വരുന്ന സമയത്ത് സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് ഒന്ന് ക്രിസ്പ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ ആവണം. എന്നാലാണ് ബട്ടറിലേക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇൻഫ്യൂസ് ആവത്തുള്ളൂ. മീൻ ടൈം ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗാർലിക്കും റെഡ് ചില്ലി ഫ്ലേക്സും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് തക്കാളി ഇത്ര ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഓയിലൊക്കെ തെളിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീൻവൈൽ പാസ്ത എന്തായെന്ന് നോക്കാം. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോയോ ഇറ്റാലിയൻ സീസണിങ്സോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1 ടീസ്പൂൺ മതിയാകും. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത്. ഞാനിത് ചേർക്കുന്നില്ല. ഇതില്ലാതെ തന്നെ ഈ പാസ്ത സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല തക്കാളിയൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാസ്ത കുറച്ച് ലിക്വിഡി ആയിട്ടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 കപ്പ് പാസ്ത കുക്ക് ചെയ്ത സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമോ ചേർത്താൽ മതിയാകും. ഇതിലോട്ടിനി 2 ടേബിൾ സ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കാണാം. Till then, take care and thanks for watching.